പറയുന്നത് ഇങ്ങനെയാണ്. ഷാജിദ, എല്ലാം അവസാനിപ്പിക്കാറായി, നീ നിർത്തിക്കോ. നീ ഇങ്ങനെ നുണകൾ പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. എല്ലാം ഞാൻ പറഞ്ഞാൽ പോരെ. ഞാൻ കബീറിന്റെ കൂട്ടുകാരനാണ്, വേണമെങ്കിൽ കൂടപ്പിറപ്പ് എന്നും പറയാം. അവസാനമായി അവൻ എനിക്ക് അയച്ച കുറച്ച് വോയിസ് ഉണ്ട്. ഇതുവരെ 5 മക്കളെ ആലോചിച്ച് ഞാനൊന്നും പ്രതികരിക്കാനോ പുറത്തു കൊണ്ടുവരാനോ നിന്നിട്ടില്ല. പക്ഷെ ഇനിയും ഇങ്ങനെ തുടർന്നാൽ അവനോട് ചെയ്യുന്ന ക്രൂരതയാകും. ആ വോയിസ് എല്ലാം ഞാൻ അവന്റെ കുടുംബത്തിന് നൽകും. അവർ തെളിയിക്കും ഇതെല്ലാം. നിനക്ക് വേണേൽ. ഹായ്, ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷാജിദ ഷാജി വീണ്ടും എയറിലാക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം എയറിലാവാൻ കാരണം വീണ്ടും പോയിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. എയറിലാവാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം ഈ ഇന്റർവ്യൂ കൊടുക്കുന്നത്. കാരണം 4 ആൾ അറിയണമെങ്കിൽ ഇതുപോലെ റിയാക്ഷൻ വീഡിയോസും ഇന്റർവ്യൂസിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നെങ്കിലെല്ലാം 4 ആൾ അറിയുള്ളൂ. അതുകൊണ്ട് വീണ്ടും പോയിരുന്നങ്ങ് പണി എരന്ന് വാങ്ങുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സത്യം പറഞ്ഞ ഈ വിഷയം മിക്കവരും എല്ലാവരും നിർത്തിയതാണ്. വീണ്ടും ഷാജിദ ഓരോ കാരണങ്ങൾ കൊണ്ടിട്ട് കൊടുക്കുകയാണ്. ഇന്ന് പറഞ്ഞോ എന്നും പറഞ്ഞിട്ട്. ഈ മണവാളൻ എന്ന് പറഞ്ഞത് കണ്ടം വഴി ഓടി രക്ഷപ്പെട്ട് പോയതാണ്. പക്ഷെ അതിപ്പോ ആ മണവാളന്റെ വീട്ടുകാര് അല്പസ്വല്പം ശ്വാസമൊക്കെ നേരെ വീണ് വരുന്നതേ ഉള്ളായിരുന്നു. ഇപ്പൊ ദേ വീണ്ടും എയറിലായിരിക്കുകയാണ് അവര്. ഷാജിദയുടെ ഈ ഒരു ഇന്റർവ്യൂയിലൂടെ ഷറഫ് അലിയുടെയും വീട്ടുകാരുടെയും മനസ്സമാധാനം വീണ്ടും പോയി കിട്ടി. ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതല്ല മറ്റൊരു ഇന്റർവ്യൂവിൽ പോയിരുന്നു പറയുന്നത്, അവിടെ പറയുന്നതല്ല വേറൊരിടത്ത് പോയിരുന്നു പറയുന്നത്. ഓടി നടന്നിങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുമല്ലേ. എന്തൊക്കെയാലും മാനസിക പ്രശ്നം ഉള്ളത് കണക്ക് പലയിടത്തും പല രീതിയിലാണ് ഈ പറയുന്നത്. എന്തായാലും ഈ പറച്ചില് കാരണം ആ കുട്ടികളല്ലേ ഇതിനെല്ലാം അനുഭവിക്കാൻ പോകുന്നത്. അതുപോലും ചിന്തിക്കാതെ ഓരോരുത്തരത്ത് വന്നിരുന്നിട്ട് ഓരോന്നിരുന്ന് പറയുകയാണ്. ഇവരുടെ ഈ സംസാരം കാരണം മാനം കെടാൻ പോകുന്നത് ആ കുട്ടികൾ തന്നെയായിരിക്കും. ഷാജിദയുടെ ഭർത്താവ് കബീറിന്റെ ഒരു ഫ്രണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അവരൊരു താക്കീത് രീതിയിലാണ്, ഷാജിദയ്ക്കുള്ള ഒരു താക്കീത് രീതിയിലാണ് ആ കമന്റ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്. ഷാജിദ, എല്ലാം അവസാനിപ്പിക്കാറായി, നീ നിർത്തിക്കോ. നീ ഇങ്ങനെ നുണകൾ പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. എല്ലാം ഞാൻ പറഞ്ഞാൽ പോരെ. ഞാൻ കബീറിന്റെ കൂട്ടുകാരനാണ്, വേണമെങ്കിൽ കൂടപ്പിറപ്പ് എന്നും പറയാം. അവസാനമായി അവൻ എനിക്ക് അയച്ച കുറച്ച് വോയിസ് ഉണ്ട്. ഇതുവരെ 5 മക്കളെ ആലോചിച്ച് ഞാനൊന്നും പ്രതികരിക്കാനോ പുറത്തു കൊണ്ടുവരാനോ നിന്നിട്ടില്ല. പക്ഷെ ഇനിയും ഇങ്ങനെ തുടർന്നാൽ അവനോട് ചെയ്യുന്ന ക്രൂരതയാകും. ആ വോയിസ് എല്ലാം ഞാൻ അവന്റെ കുടുംബത്തിന് നൽകും. അവർ തെളിയിക്കും ഇതെല്ലാം. നിനക്ക് വേണേൽ അവരെ കൂട്ടുപിടിച്ച് ഇത് നിർത്തലാക്കാം. എന്നാലും ഞാനിത് പുറത്തു കൊണ്ടുവരും. അതിൽ നിന്നും എല്ലാവരും മനസ്സിലാക്കും അവന്റെ മരണത്തിന് കാരണം നീയാണെന്ന സത്യം അതല്ലേ മോളെ. അവസാനമായി അവൻ എനിക്ക് അയച്ച മെസ്സേജ് വോയിസ് കോൾ എടുക്കാൻ മാത്രം എനിക്ക് കഴിഞ്ഞില്ല. അന്ന് അവനെ സമാധാനിപ്പിക്കാൻ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇവിടെ കാണുമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിക്കാറുണ്ട്. അവന് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണം. നീ ഒന്ന് നിർത്തിക്കോ. ഇനി നുണകൾ പറഞ്ഞ് അവന്റെ പേര് കളഞ്ഞ് നടക്കേണ്ടി വരില്ല മോളെ. എല്ലാം ഇതോടെ അവസാനിപ്പിക്കണം. ആർക്ക് വേണമെങ്കിലും എന്റെ കൂടെ നിൽക്കാം. ഇത് ഞാൻ അവന്റെ കുടുംബത്തിന് കൈമാറും. കാരണം അവന്റെ മരണത്തിന് അവന്റെ മക്കൾക്കും കുടുംബക്കാർക്കും മാത്രം നഷ്ടം. നിനക്ക് ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ്. ബാക്കിയൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന. അയാൾ പറയുന്നത് ഷാജിദയുടെ ഭർത്താവിന്റെ മരണത്തിന് ഷാജിദയാണ് കാരണക്കാരി എന്നാണ് അയാൾ പറയുന്നത്. അതിനുള്ള തെളിവുകളും അയാളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് അയാൾ പറയുന്നത്. പലരും പറയുന്നുണ്ട് എന്റെ ഈ തെളിവുണ്ട്, അവിടെ തെളിവുണ്ട്, ഇവിടെ തെളിവുണ്ട്. പലരും ഇങ്ങനെ പറയുന്നതല്ലാതെ ഒരു തെളിവുകളും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് സത്യം. എല്ലാരും പറയുന്നുണ്ട് എന്റെ ഈ തെളിവുണ്ട്. പലരും അന്ന് തൊട്ടേ കേൾക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഈ തെളിവുകളൊന്നും ഒരെണ്ണം പോലും ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നതാണ് സത്യം. തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരട്ടെ. അയാൾ പറയുന്നുണ്ട് മക്കളെ ഓർത്തിട്ടാണ് ഞാൻ ഇതുവരെയും അതൊന്നും പറയാതിരുന്നത്, ഒന്നും പബ്ലിക് ആക്കാതിരുന്നത്. ഇനി അത് ഞാൻ ചെയ്യും എന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. അയാളുടെ വേറൊരു കമന്റ് ഉണ്ട്, അതെന്താണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അയാൾ പറയുന്നത് ഇങ്ങനെ. ഒരിക്കലും എന്റെ പേര് അമീർ എന്നല്ല. ബെസ്റ്റ് പേര് പോലും കള്ളത്തരം.
പല കമന്റിൽ നിന്നുമായി ഞാൻ അവൾക്കും അല്ലാണ്ടും മെസ്സേജ് അയച്ചു. എല്ലാം പാഴായി. എന്തോ ഈ അക്കൗണ്ടിൽ നിന്ന് മാത്രം എനിക്കുള്ള മറുപടികൾ വന്നു. ഞാൻ മണ്ണാർക്കാടാണ് നിലവിൽ, ഇപ്പോൾ നാട്ടിലില്ല. ഞാൻ വരട്ടെ. എല്ലാവരും കൂടെ നിൽക്കുമെന്നറിയാം. ഇതിന്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ കയ്യിൽ ഉള്ളത് വെച്ച് നിങ്ങൾ നാളെ പുറത്തു വരണം റാഫി. എനിക്ക് നിങ്ങളെ ഒക്കെ അറിയാം. ഇതൊക്കെ അവൾ അന്നേ ചിന്തിക്കണം. നമ്മുടെ കൂട്ടുകാരന്റെ മക്കളല്ലേ എന്ന് വച്ചിട്ടല്ലേ ഞാൻ ഇതിനൊന്നും നിൽക്കാതിരുന്നത്. ഇനി ആ മക്കൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ വരണം എന്നാണ് അയാൾ പറയുന്നത്. ഈ റാഫി എന്ന് പറയുന്നത് ഈ കബീറിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ഈ റാഫി എന്ന് പറയുന്നത്. അമീർ എന്നുള്ളത് അയാളുടെ ഒറിജിനൽ പേരല്ല. കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അയാളൊരു പേര് സങ്കല്പിച്ചങ്ങ് ഇട്ടേക്കുവാണ് അമീർ. എന്തായാലും അയാളുടെ കയ്യിൽ കുറെ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നത്. അത് ഈ കബീറിന്റെ വീട്ടുകാർക്ക് കൈമാറും എന്നാണ് അയാൾ പറയുന്നത്. എന്തായാലും സത്യം എന്തായാലും പുറത്തു വരട്ടെ. അപ്പൊ ഷാജിദയുടെ വിഷയത്തിലേക്ക് വരാം നമുക്ക്. ഷാജിദയും ഷറഫയും തമ്മിൽ ഇപ്പോഴും ഒരു ബന്ധമുണ്ട്. അത് വിവാഹത്തിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ മക്കള് 5 കുട്ടികള്, പിന്നെ ഷാജിദയുടെ പ്രായം, അതൊക്കെയാണ് അതിന്റെ കാരണങ്ങള്. പിന്നെ ഷറഫലിയോട് ഇപ്പോഴും ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. ഷറഫലി തയ്യാറായിരുന്നുവെങ്കിൽ ഷാജിദയും തയ്യാറായിരുന്നു വിവാഹത്തിന്. പക്ഷെ അവരുടെ ഷറഫലിയുടെ വീട്ടുകാർക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. ഏതൊരു മാതാപിതാക്കളും അവർക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഇല്ലേ, അതൊരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാലും ഷാജിദയ്ക്ക് ഷറഫലിയോട് ഇഷ്ടം കൂടുതൽ തന്നെയാണ്. അല്പസ്വല്പം ഇഷ്ടങ്ങളൊക്കെ കൂടുതലുണ്ട്. എന്തായാലും ഇവരിപ്പോഴും ഫോൺ വിളിയും കാര്യങ്ങളും എല്ലാം എന്തോന്നും കൊണ്ട് നടക്കുന്നുണ്ട്. എന്തിനും ഷാജിദയ്ക്ക് കൂട്ടായിട്ട് സപ്പോർട്ടായിട്ട് ഇപ്പോഴും ഷറഫലി കൂടെയുണ്ട് എന്നാണ് അവൾ പറയുന്നത്. പിന്നെ അന്ന് ഷറഫലിയും ഷാജിദയും തമ്മിൽ ഒരു ബെഡിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോസ് ആണ് പബ്ലിക്കായിട്ട് ഷാജിദ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ പറയുന്നത് എന്താ, അത് ബെഡല്ല, അത് സെറ്റിയാണ്, സോഫയാണ്. അവിടെ ഞങ്ങള് ഫ്രണ്ടായിട്ട് ഇങ്ങനെ തോളത്ത് കൈവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഞങ്ങൾ അറിയാതെ വേറൊരു ഫ്രണ്ട് വന്നിട്ട് ഫോട്ടോ എടുത്തതാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞുണ്ടാക്കുന്നത്. അതിപ്പോ കാണുന്ന ആർക്കായാലും മനസ്സിലാവും അത് ബെഡാണെന്നും അവർ രണ്ടാളും പരസ്പരം തോളത്ത് കൈയിട്ട് ഇങ്ങനെ ഇരിക്കുവാണെന്നും ഒക്കെ മനസ്സിലാവും. എന്തായാലും ഈ കാണുന്നവർ പൊട്ടന്മാരൊന്നും അല്ല ഷാജിദ. പിന്നെ ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടാൻ കാരണം ഷറഫലിയുമായിട്ട് ഷാജിദ ഒന്ന് പിണങ്ങിയപ്പോൾ അതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഷാജിദ എടുത്ത് പോസ്റ്റ് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. ഇത് എന്തൊരു കാലം! ഫ്രണ്ടിന്റെ ഒക്കെ ഒരാളുടെ ജീവിതം വെച്ചാണോ ഇങ്ങനെ പബ്ലിക്കിലിട്ട് അയാളുടെ ജീവിതം നശിപ്പിച്ചിട്ടാണോ ആ പ്രതികാരം തീർക്കുന്നത്? ഒരിക്കലും അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം വാക്ക് തർക്കവോ അടിയോ അങ്ങനെയൊക്കെ കൂടിയാൽ പോലും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ അവഹേളിക്കാൻ പാടില്ല. ഇതിപ്പം നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഏകദേശം മനസ്സിലാവുന്നുണ്ട് അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെ. ഇനി എത്ര കിടന്ന് ഉരുണ്ട് വരണ്ടാലും. പിന്നെ എന്തായാലും ഷാജിദ വിഷയം ഇവിടം കൊണ്ട് തീരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഡോറയുടെ പ്രയാണം പോലെ ഷാജിദയുടെ പ്രയാണം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും എന്താവോ എന്തോ നോക്കാം, കണ്ടറിയാം.